ഹായ് ഓൾ, നിങ്ങളുടെ ഇടയിൽ ഇന്ത്യക്കാസ് മാരേജ് പ്ലാൻ ചെയ്യുന്നവരാരാണോ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ഓഫ് കോഴ്സ് ഞാനും ഇന്ത്യക്കാസ് മാരേജ് ചെയ്ത ഒരാളാണ്. എൻ്റെ ഹസ്ബൻഡ് ഒരു ക്രിസ്ത്യനും ഞാനൊരു ഹിന്ദുവുമാണ്. നീണ്ട 12 വർഷത്തെ സംഭവബഹുലമായ പ്രണയത്തിന് ശേഷമാണ് ഞങ്ങൾ മാരേജ് ചെയ്യുന്നത്. ഞങ്ങളുടെ മാരേജ് ആക്ച്വലി നടന്നത് 2023 നവംബർ 3-ാം തീയതിയാണ്. ഞങ്ങൾ ഒരു ഇന്ത്യക്കാസ് മാരേജിന് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ പ്ലാനിൽ പ്രധാനപ്പെട്ട വില്ലൻ എന്ന് പറയുന്നത് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് നമ്മൾ മാരേജ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വരൻ്റെയോ വധുവിൻ്റെയോ പെർമനൻറ്റ് അഡ്രസ്സ് എവിടെയാണോ ആ സ്ഥലത്തെ പഞ്ചായത്ത് ഓഫീസിലോ സബ് രജിസ്ട്രാർ ഓഫീസിലോ ആണ് നമ്മൾ മാരേജ് ചെയ്യേണ്ടത്. അത് മാത്രമല്ല, നമ്മൾ മാരേജിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു മാസത്തോളം വരൻ്റെയും വധുവിൻ്റെയും ഡീറ്റെയിൽസ് നോട്ടീസ് ബോർഡിൽ ഇടുക എന്ന് പറയുന്ന ഒരു പ്രത്യേക ചടങ്ങ് നമ്മുടെ നാട്ടിലുണ്ട്. ഇത് രണ്ടും ഞങ്ങൾക്ക് പ്രോബ്ലം ആയിരുന്നു, കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരേ നാട്ടിൽ തന്നെ ഉള്ളവരായിരുന്നു. അപ്പോൾ എങ്ങനെ ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാം എന്നുള്ള ചിന്ത നേരെ ചെന്ന് അവസാനിച്ചത് കേരളത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു അമ്പലത്തിലാണ്. ഈ അമ്പലത്തിൻ്റെ പേരെന്ന് പറയുന്നത് കളവംകോളം ശക്തീശ്വരം ടെമ്പിൾ. ഇത് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ഒരു അമ്പലമാണ്. നമ്മുടെ സാധാരണയുള്ള ഹിന്ദു മാരേജ് ആക്ടിൻ്റെയോ സ്പെഷ്യൽ മാരേജ് ആക്ടിൻ്റെതോ ആയിട്ടുള്ള യാതൊരു ബുദ്ധിമുട്ടുകളും ഇവിടെ നമ്മളെ ബാധിക്കുന്നില്ല. ആകെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, വരൻ ഓർ വധു ആരെങ്കിലും ഒരാൾ ഹിന്ദു ആയിരിക്കണം. ഞങ്ങളുടെ കേസിൽ ഞാൻ ഹിന്ദു ആയിരുന്നത് കൊണ്ട് അത് പ്രശ്നമുണ്ടായിരുന്നില്ല. ഇവിടെ നമ്മൾ മാരേജ് ചെയ്യുന്നതിൻ്റെ പ്രധാന ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് സാധാരണയായിട്ടുള്ള മാരേജുകളുടേതായിട്ടുള്ള യാതൊരു ബുദ്ധിമുട്ടുകളും നമുക്ക് അനുഭവിക്കേണ്ടി വരില്ല. നമ്മുടെ മൊത്തം മാരേജിൻ്റെ ഫോർമാലിറ്റിയും ഒറ്റ ഒരു ദിവസത്തിൽ തന്നെ നമുക്ക് ഫിനിഷ് ചെയ്യാം. അതുമാത്രമല്ല, എക്സ്പെൻസ് വെറും 5000 രൂപ മാക്സിമം ആണ് ഞാൻ പറയുന്നത്. മാക്സിമം 5000 രൂപയ്ക്കുള്ളിൽ നമ്മുടെ മൊത്തം മാരേജിൻ്റെ ചിലവുകളും തീരും. അതാണ് മെയിൻ അഡ്വാൻറ്റേജ്. അതുമാത്രമല്ല, നമുക്ക് സർട്ടിഫിക്കറ്റ് യൂഷ്വൽ മാരേജിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാൻ 1 മാസം 1.5 മാസത്തോളം നമ്മൾ വെയിറ്റ് ചെയ്യണം. പക്ഷേ ഇവിടെ ഒരു 10 to 12 ഡേയ്സിനുള്ളിൽ തന്നെ നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റാണ് നമുക്ക് കിട്ടുക. ഇതാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് വരുന്നത്. ഇനി അടുത്തത്, എന്താണ് ഇതിൻ്റെ പ്രൊസീജിയർ, എന്തൊക്കെയാണ് ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ്? പ്രൊസീജിയറിൽ ഏറ്റവും പ്രധാനമായിട്ടും വരുന്നത് 2 സ്റ്റെപ്സാണ്. ഏറ്റവും ആദ്യത്തേത് ടെമ്പിൾ വെഡ്ഡിങ്, രണ്ടാമത്തേത് രജിസ്ട്രേഷൻ. ടെമ്പിൾ വെഡ്ഡിങ്ങിന് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും 4 സാക്ഷികൾ ഉണ്ടായിരിക്കണം. 4 സാക്ഷികളിൽ 2 പേര് വധുവിൻ്റെ സൈഡ് റെപ്രസെൻ്റ് ചെയ്യുന്നവരും 2 പേര് വരൻ്റെ സൈഡ് റെപ്രസെൻ്റ് ചെയ്യുന്നവരും ആയിരിക്കണം. വരൻ്റെയോ വധുവിൻ്റെയോ സൈഡിൽ 40 വയസ്സ് കഴിഞ്ഞ ഏതെങ്കിലും ഒരു ബന്ധു ഉണ്ടെങ്കിൽ അതൊരു പ്ലസ് ആണ്. കാരണം ഞങ്ങളുടെ മാരേജിന് അത് ചോദിച്ചിരുന്നു. നമ്മളുടെ മാരേജ് എന്ന ഈ തീരുമാനം ഒരു ഇമ്മച്വർ ഡിസിഷൻ അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി മാത്രമാണത്. അതൊരു മാൻഡേറ്ററി റിക്വയർമെൻ്റ് അല്ല. വരൻ ഓർ വധുവിൻ്റെ സൈഡിലുള്ള സാക്ഷികൾ 4 പേരും ആധാർ കാർഡ് ഉള്ളവരും 18 വയസ്സ് തികഞ്ഞവരും ആയിരിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം അമ്പലത്തിലെ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നീട് താലികെട്ടാണുള്ളത്. താലികെട്ടിന് വേണ്ട സാധനങ്ങൾ, അതായത് താലി, പൂമാല, മഞ്ഞച്ചരട്, ഇതെല്ലാം നമ്മൾ തന്നെ വാങ്ങിക്കൊണ്ട് വരണം. അതുമാത്രമല്ല, വരനും വധുവും വെഡ്ഡിങ് കോസ്റ്റ്യൂമിൽ തന്നെ ആയിരിക്കണം. അതായത് വധു സാരിയിലും വരൻ മുണ്ടും ഷർട്ടും തന്നെ ആയിരിക്കണം. അതും മാൻഡേറ്ററി ആണ്. താലികെട്ട് കഴിഞ്ഞ് നേരെ നമ്മൾ പോകുന്നത് ദേവസ്വത്തിൻ്റെ ഓഫീസിലോട്ടാണ്. അവിടെ വെച്ച് നമ്മുടെ ID പ്രൂഫിൻ്റെ വെരിഫിക്കേഷൻ നടക്കും. അതിനുശേഷം അവർ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തു തരും. അതായത് ആ അമ്പലത്തിൽ വെച്ചിട്ടാണ് നമ്മുടെ മാരേജ് നടന്നത് എന്നതിൻ്റെ ഒരു പ്രൂഫാണത്. അതിനുശേഷമാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് നടക്കുന്നത്, അതായത് രജിസ്ട്രേഷൻ. രജിസ്ട്രേഷൻ നമ്മൾ ചെയ്യേണ്ടത് ഈ അമ്പലം ഇരിക്കുന്ന പഞ്ചായത്ത് ഏതാണോ, അതായത് വയലാർ പഞ്ചായത്ത്, വയലാർ പഞ്ചായത്തിലേക്കാണ് നമ്മൾ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഞങ്ങൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, നേരെ ഞങ്ങൾ ആ മാരേജിൻ്റെ ആ ദിവസം രാവിലെ തന്നെ അടുത്തുള്ള അക്ഷയ സെൻറ്ററിൽ പോയിട്ട് ആദ്യം വയലാർ പഞ്ചായത്തിലേക്ക് രജിസ്ട്രേഷനുള്ള ആപ്ലിക്കേഷൻ കൊടുത്തു. അതിന് വേണ്ടിയിട്ട് 3 പ്രൂഫുകളാണ് കൊണ്ടുപോയത്. ഒന്ന് നമ്മുടെ റിലീജിയൻ ഉള്ള പ്രൂഫ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ 2 പേരും SSLC സർട്ടിഫിക്കറ്റ് എടുത്തിരുന്നു, ഒറിജിനൽ പ്ലസ് അതിൻ്റെ കോപ്പി. അതുപോലെ പാസ്പോർട്ട്, ആധാർ. ഇതാണ്, ആധാർ മസ്റ്റാണ്. പാസ്പോർട്ട് ഞങ്ങളൊരു സെക്കൻഡറി പ്രൂഫായിട്ട് എടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ നമ്മൾ കൊണ്ടുപോയിരിക്കണം. അമ്പലത്തിൽ ഇതിൻ്റെ വെരിഫിക്കേഷൻ ഉണ്ടാകും ഒറിജിനലിൻ്റെ. അതിനുശേഷം നമ്മൾ ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ സാക്ഷികളുടെ പ്രൂഫും വെച്ച് നമ്മൾ അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ നേരെ ടെമ്പിൾ വെഡ്ഡിങ്ങിന് പോയത്. ടെമ്പിൾ വെഡ്ഡിങ് കഴിഞ്ഞ് അവിടുന്ന് കിട്ടിയ പ്രൂഫും കൊണ്ട് നേരെ അതേ അക്ഷയയിൽ പോയി ആ ബാക്കിയുള്ള ടെമ്പിൾ വെഡ്ഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും എൻട്രി ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഹാർഡ് കോപ്പി പ്രിൻ്റ് എടുത്തിട്ട് നേരെ പോകുന്നത് പഞ്ചായത്ത് ഓഫീസിലേക്കാണ്. നമ്മളവിടെ എത്തുന്ന സമയത്തേക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ അവിടെ റിസീവ് ആയിട്ടുണ്ടാകും. അതിനുശേഷം പിന്നീടുള്ള പ്രോസസ്സ് വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. നമ്മൾ നേരെ ചെന്ന് പഞ്ചായത്ത് സെക്രട്ടറിയുടെ മുൻപിൽ വരനും വധുവും സാക്ഷികളും ചെന്ന് സൈൻ ചെയ്യുക. അതേപോലെ നമ്മുടെ ID പ്രൂഫുകൾ വെരിഫൈ ചെയ്യുക. ഇത്രയേ ഉള്ളൂ പ്രോസസ്സ്. ഇതിനു വേണ്ടി നമുക്ക് രജിസ്ട്രേഷന് പഞ്ചായത്ത് ഓഫീസിൽ ചിലവാകുന്നത് 500 രൂപയാണ്. അതായത് അക്ഷയയിലുള്ള ടോട്ടൽ എക്സ്പെൻസും എല്ലാം കഴിഞ്ഞുള്ള ചിലവ്
500 രൂപയും അമ്പലത്തിലേക്ക് മാരേജ് രജിസ്ട്രേഷന് നമ്മൾ കൊടുക്കുന്നത് വിവാഹ പൂജ എന്ന രീതിയിൽ ഒരു 250 രൂപയും അതിനുശേഷം നമ്മൾ അമ്പലത്തിൽ ഒരു അന്നദാനം പോലെ ഒരു വഴിപാട് നമ്മൾ നടത്തിയിരിക്കണം, അത് 1000 രൂപയോളം വരും. പിന്നീട് ബാക്കിയുള്ള എല്ലാ റിക്വയർമെൻറ്റ്സും ചേർത്ത് മൊത്തം 5000 രൂപയാണ് നമ്മുടെ ചിലവായിട്ട് വരിക. ഇതെല്ലാം കഴിഞ്ഞ് 10ാമത്തെ ദിവസമോ 12ാമത്തെ ദിവസമോ നമ്മുടെ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ കിട്ടും. സോ ഗായ്സ്, ഇതാണ് ഇന്ത്യക്കാസ് മാരേജ് രജിസ്ട്രേഷൻ്റെ പ്രൊസീജിയർ. നിങ്ങൾ ഏത് ജില്ലക്കാരും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഈ അമ്പലത്തിൽ വന്നിട്ട് ഈസി ആയിട്ട് നിങ്ങളുടെ മാരേജ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്ത് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് കേരളയുടെ സർട്ടിഫിക്കറ്റ് തന്നെയാണ്. നിങ്ങൾക്ക് ഏത് ലീഗൽ പർപ്പസിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. സോ ഗായ്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ. താങ്ക് യു.